ഇത്രയും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഇപ്പൊ ഈ ഒരു ക്യാരക്ടറിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്, ഏറ്റവും ക്യാച്ചി ആയിട്ട് തോന്നിയത് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു തലയിലെ നരയാണ്. ഫസ്റ്റ് ഞാൻ സാഗറിനോട് ഒരു ഹായ് പറഞ്ഞപ്പോ നന്നായിട്ട് കിട്ടി. രണ്ടാമത്തത് ഈ 3 പേരിൽ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഒന്ന് നീലിനെ അത് ഞാൻ മരത്തുനിന്ന് വലിച്ച് അത് നീലി പുറത്തേക്ക് വന്നു. ആ നീലിനെയാണോ ഞാൻ ലോകയില് വന്ന് സ്വീകരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ഇത് വന്നപ്പോഴാണ് ഞാനും അതിനെ പറ്റി ആലോചിച്ചതൊക്കെ. ഭയങ്കര ചിൽ ഡയറക്ടർ ഭാവിയിൽ അറിയപ്പെടാം. കുറച്ചേരം സാഗർ സംസാരിക്കും കാര്യമായിട്ട്. ഭയങ്കര അടിപൊളിയാണ്. ഈ 3 മണിക്കൊക്കെ എണീറ്റ് ഇവന് എങ്ങോട്ടാ ഇതൊന്നുമില്ല. ചിലപ്പോ വളരെ നേരത്തെ എണീക്കാറുണ്ട്. അത് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വിഷമം തരുന്നത് ആരെങ്കിലും എന്നെ കാണുമ്പോ അവര് പേടിയേ. എല്ലാവർക്കും ഒരു മലയാളി ആക്ടർ ആണല്ലേ, അപ്പൊ പെർഫോമർ 100% നല്ല അടിപൊളി പെർഫോമർ ആയിരിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റി എല്ലാവർക്കും ഉണ്ട്. അത് പറയുകയും ചെയ്യും. ഒരുപാട് അങ്ങനെ പടങ്ങളുടെ ലിസ്റ്റ് ഞാൻ സാഗറിന്റെ കേട്ടിട്ടില്ല. അത് സെലക്റ്റീവ് ആവുന്നത് കൊണ്ടാണ്. വിട്ടിട്ടില്ല. അത് എംടെക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ഫീൽഡിൽ കയറുന്നത്. അപ്പൊ ഇത്രയും വലിയ പഠിപ്പ് അങ്ങനെ സർട്ടിഫിക്കറ്റ് മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് തുടങ്ങുകയാണ്. അതിന്റെ ഒരു ധീരത ഭയങ്കര വലുതാണ്. കാരണം എനിക്കൊരു ലൈഫിൽ എന്നെ കൊണ്ട് എന്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേടും. എനിക്ക് അങ്ങനെ ഒരു വാശിയുണ്ട്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. ഹലോ, നമസ്കാരം. എല്ലാവർക്കും മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ചൈതന്യ. ഇന്ന് ധീരം മൂവിയുടെ പ്രൊമോഷന്റെ ആവശ്യങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങൾ പറയാനായിട്ടുള്ളത് ഈ 4 അംഗ സംഘമാണ്. വെൽക്കം. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്ന എല്ലാരും? സുഖം, സ്വസ്ഥം. ക്ഷീണമുണ്ടോ? അയ്യോ, ഫ്രഷാണ്, ഭയങ്കര ഫ്രഷാണ്. വന്ന് ഫസ്റ്റ് ഞാൻ സാഗറിനോട് ഒരു ഹായ് പറഞ്ഞപ്പോ നന്നായിട്ട് കിട്ടി. രണ്ടാമത്തത് അത്ര ഫ്രഷാണ് എനിക്ക്. പക്ഷെ ഈ 3 പേരിൽ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഒന്ന് അതിന്റെ ഒരു ഫ്രഷ്നെസ് നമുക്കിപ്പോ ശരിക്കും ഉണ്ടല്ലേ. ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് അല്ലേ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ആ പടങ്ങളെല്ലാം തിയേറ്ററിൽ വിജയിക്കുന്നുണ്ട്, ആൾക്കാരുടെ മനസ്സിലേക്ക് ആ ക്യാരക്ടേഴ്സ് എത്തുന്നുണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്. ലോക എന്താ അല്ലേ? അപ്പൊ ധീരം ആയിട്ട് ധീരം അങ്ങനെ ആവട്ടെ. അങ്ങനെ വിജയങ്ങളുടെ തുടർച്ചയിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു ചേട്ടാ? അയ്യോ, അതെ, ഒരുപാട് സന്തോഷം. കാരണം അതെ, നമ്മള് ഭാഗമായിട്ടുള്ള പടങ്ങൾ നന്നായിട്ടൊക്കെ വരുമ്പോ ഇതൊന്നും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണല്ലോ. അതങ്ങനെയൊക്കെ സംഭവിച്ച് കാണുമ്പോ ഭയങ്കര സന്തോഷം. അല്ല, എനിക്ക് ഭയങ്കര ഡിപ്ലോമാറ്റിക്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ അല്ല സന്തോഷം. അല്ല, ഒന്നും ഒന്നും നമ്മുടെ ഒന്നും കയ്യിലല്ലല്ലോ, ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. അപ്പൊ ഡയറക്ടർ സാറ് പറയൂ, ജിതിന്റെ കയ്യിലാണെന്ന് ഇവരെല്ലാവരോടും പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്താണ് ധീരം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? ധീരം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. സോ എന്താ പറയാ, നമ്മളിപ്പം ഏതൊരു ത്രില്ലർ എടുത്താലും അതിനൊരു ഒരു കൾപ്രിറ്റ് ഉണ്ടാവും. ആരാണെന്ന് ആ കൾപ്രിറ്റ് റിവീൽ ചെയ്യും. അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ധീരത്തിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ഈ കൾപ്രിറ്റ് ആരാ എന്നുള്ളതും എന്തിനാ എന്നുള്ളതിലും ഒരു ചെറിയൊരു പുതുമയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് ധീരത്തിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ നമ്മളെ സിനിമ അതായത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും 2 മൂഡാണ്. ഫസ്റ്റ് ഹാഫിൽ എന്താണോ എന്നുള്ളതല്ല സെക്കൻഡ് ഹാഫ്. അങ്ങനെ ഒരു വ്യത്യാസം ആ സിനിമയിലേക്കുണ്ട്. അപ്പം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. സാഗർ, പാൻ ഇന്ത്യൻ അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു സ്റ്റാർ ആയിട്ട് എനിക്ക് വിളിക്കാൻ തോന്നുന്നു. കാരണം അങ്ങോട്ടേക്ക് ഞാൻ വരാം. നമ്മള് റീസെന്റ്ലി ഇപ്പൊ അവാർഡിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു പ്രത്യേക പരാമർശം കിട്ടുമ്പോൾ നമ്മൾ റീസെന്റ് ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചോദിക്കുന്നത് വളരെ നന്നായിരിക്കില്ലേ? ഈ പാൻ ഇന്ത്യൻ അപ്രിസിയേഷൻ കിട്ടുന്ന സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോ എന്താ തോന്നുന്നത്?
ഒരുപാട് സന്തോഷം. സന്തോഷമുണ്ട്. സന്തോഷം. മൂന്ന് അല്ല സന്തോഷം. അല്ല ഭയങ്കര ഹാപ്പിയാണ്. കാരണം പണി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 2 വർഷത്തോളം സ്പെൻഡ് ചെയ്തു. ഇപ്പൊ ജോയിച്ചേട്ടൻ തുടക്കത്തിൽ നമ്മളെ രണ്ടുപേരും വെച്ചിട്ട് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പടം എടുക്കാന്ന് പറയുന്നത് തന്നെ ചെറിയ കാര്യമില്ല. ജോയിച്ചേട്ടൻ എടുത്ത റിസ്ക് എന്ന് പറയുന്നത് ഭയങ്കര വലിയ റിസ്ക് ആണ്. അത് ആ പടം പുറത്തിറങ്ങി നല്ല രീതിയിൽ എല്ലാ ലാംഗ്വേജിലും ശ്രദ്ധിക്കപ്പെടുന്നു. അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു നമുക്ക് റിസൾട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പി. മിക്ക ആൾക്കാരും ആ പയ്യന്മാർ എന്നുള്ളത് അങ്ങനെ എടുത്തു പറയുമ്പോ അത് തീർച്ചയായും വലിയൊരു കാര്യമല്ലേ. പണി എന്ന് പറഞ്ഞ സിനിമ ആക്ച്വലി അതാ വർക്കായത് സത്യസന്ധമായി പറഞ്ഞാൽ ആ 2 ക്യാരക്ടേഴ്സ് വർക്കായതുകൊണ്ടാണ്. ഒരുപക്ഷെ ആ ജുനൈസിന്റെയും സാഗറിന്റെയും ക്യാരക്ടർ അത്ര ഡെപ്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ സിനിമ വിജയിക്കില്ല. കാരണം ആ സിനിമയുടെ നെടുന്തൂൺ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിന്റെ ആ വില്ലൻ അത്രയും ശക്തമായി നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് നായകൻ അവരെ കൊല്ലണം വികാരം, ആ വികാരം ഉണ്ടാക്കാൻ ആ തിരക്കഥാകൃത്തിനും ആ ഡയറക്ടർക്കും കഴിഞ്ഞു. അത് തീർച്ചയായും ഇവരുടെ ഒരു വിജയമാണ്. അവിടെ സന്തോഷമാണല്ലോ. ഇനി നമുക്ക് അടുത്ത പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് പോകാം. ഒറിജിനൽ പാൻ സൗത്ത് എന്ന് പറയാം, പാൻ ഇന്ത്യ ഒന്നും. ഓജി എന്നാലും നമുക്കൊരു ഓജി വെക്കാം അല്ലേ. വെൽക്കം ബാക്ക്. ഓ താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ധീരത്തിലേക്ക് ഉള്ളൊരു മൊമെന്റ്? എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഏതോ ഒരു തമിഴ് അല്ലെങ്കിൽ തെലുഗു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിത്തിന് ഇങ്ങനെ ഒരു മലയാള സിനിമ ഇങ്ങനെയുണ്ട്, റീബനെ കാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് ആ ഒരു ടൈമിൽ ഞാൻ ഡെസ്പറേറ്റ്ലി മലയാള സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ടൈമാണ്. പക്ഷേ ഫോർ വാട്ട്സ് എവർ റീസൺ ഒരുപാട് കോൾസ് അങ്ങനെ വന്നില്ല. മേ ബി ബിക്കോസ് ഞാൻ ഇങ്ങനെ വേറെ ബാക്കി ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന കാരണം ബിസി ആയിരിക്കും എന്ന് പറഞ്ഞ് കുറെ അസംഷൻസ് ഉണ്ടായിരുന്നു, വിച്ച് ഇസ് നോട്ട് ട്രൂ. അങ്ങനെ ആയിരിക്കുന്ന ഒരു ഓക്കെ മലയാളം എന്താണ് എനിക്ക് കിട്ടാത്തതെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ജിത്തിൻ ഇങ്ങനെ വിളിച്ച് സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ ഐ വാസ് വെരി വെരി ഇംപ്രസ്ഡ്. ബിക്കോസ് ജിത്തിൻ്റെ കൺവിൻസിങ് സ്കിൽസ്, നരേഷൻ സ്കിൽസ്, വിഷൻ, പറയുന്ന ഒരു നറേറ്റ് ചെയ്യുന്ന ഒരു രീതി ആൻഡ് everything was very impressive. അപ്പോൾ എനിക്ക് ഫസ്റ്റ് I'd say the main reason ഞാൻ യെസ് പറയുന്നത് is because of that. ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു സ്റ്റോറി, വെരി എക്സൈറ്റിംഗ്. സെക്കൻഡ് എൻ്റെ ക്യാരക്ടർ ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്, ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറാണ് ശ്രദ്ധ എന്ന് പറയുന്ന ക്യാരക്ടർ. ഷി പ്ലേസ് എ ബോൾഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഈ സിനിമയിൽ. സോ ഒരുപാട് ലേയേഴ്സ് ഉണ്ട് ക്യാരക്ടറിൽ. അങ്ങനെ ഇനി ഒരു കംബാക്ക് എന്ന് പറയാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ യെസ് പറഞ്ഞു. ഐ എം വെരി വെരി ഹാപ്പി. ലുക്കിംഗ് ഫോർവേഡ് ടു December 5th. എനിക്ക് ഐ ഹോപ്പ് എവറിബഡി അക്സെപ്റ്റ്സ് ദി ഫിലിം. സൂപ്പർ പറയാം. നിഷാന്റെ ഒരു സബ് ഇൻസ്പെക്ടറുടെ ക്യാരക്ടർ എന്താണ് മറ്റുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഇപ്പൊ ഈ ഒരു ക്യാരക്ടറിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്, ഏറ്റവും ക്യാച്ചി ആയിട്ട് തോന്നിയത് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് തലയിലെ നരയാണ്. ഞാൻ ആക്ച്വലി സത്യം അല്ല, ഞാൻ ചേട്ടൻ കാണാൻ പോകുമ്പോൾ തന്നെ എനിക്ക് ആക്ച്വലി ഇതിൽ SI ജോസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ഓൾറെഡി നിശാന്തൻ മതി എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ നിശാന്തന്റെ മറ്റ് കാണാത്തൊരു ലുക്കിൽ കാണിക്കണം. ഫ്രഷ് നമുക്ക് ഫ്രെയിമിൽ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം. ഭംഗി വേണ്ട, അതല്ല എനിക്ക് ബേസിക്കലി പുള്ളിക്കൊരു ഞാൻ ആ ഒരു ഷെയ്ഡ്, ഞാൻ ഒരു സ്കെച്ച് ചെയ്യുന്ന ഒരാളെ വിളിച്ചു. എനിക്ക് നിശാന്തറിന് ഇങ്ങനൊരു ഞാനൊരു പറഞ്ഞു, എനിക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് സ്കെച്ച് ചെയ്ത് കാണിച്ചാന്ന് പറഞ്ഞു. അപ്പൊ അതും ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്തായിരുന്നു. ചേട്ടാ ഇതാണ് ചേട്ടന്റെ ലുക്ക്, ഈ മൂഡായിരിക്കും നമ്മൾ പിടിക്കുക, ചേട്ടൻ എങ്ങനെയുണ്ട്. അപ്പൊ പുള്ളിക്കത് എനിക്ക് തോന്നുന്നു അതും ചേട്ടൻ വരാൻ ഒരു കാരണമാണ്. നമ്മളെ അട്രാക്ട് ചെയ്തൊരു അല്ല സത്യം, എനിക്ക് ആ ഒരു സ്കെച്ച് കാണിച്ചു തന്നപ്പോ എനിക്ക് എന്നെ ആ ഒരു അപ്പിയറൻസ് എനിക്ക് ഭയങ്കര ക്യാച്ചി ആയിട്ട് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്നെ അങ്ങനെ സ്ക്രീനിൽ അങ്ങനെ ഒന്ന് കാണുമ്പോൾ എന്ത് രസമായിരിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടാകും അറിയാനുള്ളൊരു എക്സൈറ്റ്മെന്റ് എനിക്ക്. ചുള്ളം പയ്യൻസിനെ നരയാക്കി ആക്ച്വലി ചേട്ടൻ ഇപ്പൊ സംസാരിക്കുന്ന ആളല്ലല്ലോ ജോസ് എന്ന് പറയുമ്പോൾ. ചേട്ടൻ ഈവൻ ചേട്ടന്റെ സംസാരത്തിലും മോഡുലേഷനിലും പോലും ആ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായും പിന്നെ ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം ഓരോ സിനിമയിലും നമ്മുടെ വ്യത്യസ്തമാവുക ലുക്കുകളിലൂടെയും അല്ലെ, പെർഫോമൻസിലൂടെയും. അപ്പൊ അതിൽ തീർച്ചയായും ചേട്ടൻ RDXിലുള്ള ലുക്കല്ല പറ്റൻറ്റ് ചെയ്യും, അതെല്ലാം അതിലെല്ലാം ലോക. അതാണ് ആ ഡിഫറൻസ്. ആസ് എൻ ആക്ടർ
അതുകൊണ്ടാണ് പുള്ളി വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകയിലെ കാര്യം പറയുമ്പോഴേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ട്രോൾസ് ഒക്കെ കണ്ടിരുന്നോ, ഇന്ദ്രിയത്തിൽ സണ്ണയാണെന്ന് ആദ്യം ഇറക്കി വിട്ടിരുന്നത്. അയ്യോ അത് ഞാൻ ഡയറക്ടറായിട്ട് അതിനെ പറ്റി സംസാരിച്ചില്ല. അത് കേട്ടപ്പോഴും തോന്നിയില്ല അങ്ങനെ കഥ കേൾക്കുമ്പോഴും? എനിക്ക് സത്യം പറഞ്ഞ അന്നേരം അത് തോന്നിയില്ല. ഞാനത് നീലിനെ ഞാൻ മരത്തുനിന്ന് കളിച്ച് അത് നീലി പുറത്തേക്ക് വന്നു. ആ നീലിനെയാണോ ഞാൻ ലോകയില് വന്ന് എന്നുള്ളത് ആ ഒരു ഇത് വന്നപ്പോഴാണ് ഞാനും അതിനെ പറ്റി ആലോചിച്ചതൊക്കെ. പക്ഷെ ആ ഒരു രസമുണ്ടായിരുന്നു ആ ആലോചനയും. അയ്യോ, സണ്ണി എന്നായിരുന്നില്ലേ? സണ്ണി, ആ ക്യാരക്ടറിന്റെ പേര് നസ്ലിന്റെ ക്യാരക്ടറിന്റെ പേരും സണ്ണി എന്നാണ്. എനിക്ക് സംശയമുണ്ട് ചേട്ടൻ ശരിക്കും അങ്ങനെ എന്തോ, കാരണം ചേട്ടൻ നേരത്തെ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു എനിക്ക് രാത്രി 3 മണിക്കൊക്കെ ഒറ്റയ്ക്ക് പിന്നെ ചേട്ടൻ പറഞ്ഞ രാത്രി ആകുമ്പോ ശരിക്കും നമുക്കെല്ലാം കാണും, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി, നമ്മളൊക്കെ രാത്രി അന്ധകാരാണ്. അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ഡൗട്ട്, ശരിക്കും മനുഷ്യന്മാർക്കിടയിൽ ഇവർ വേഷമാറി അങ്ങനെ ജീവിക്കുന്ന ഏതോ ഒരു അല്ലെങ്കിൽ അതൊക്കെ മേലുള്ള എന്തോ ഒരു സംഭവമാണ് ചേട്ടൻ. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാസ്റ്റിലൊക്കെ വന്നത്. ചേട്ടൻ എനിക്ക് ഡൗട്ട് ഉണ്ട്, ആ പൗച്ചിൽ മറ്റേ ബ്ലഡ് ആണോ കൊടുക്കുന്നില്ല. മൂത്തോന്റെ വലം കൈയല്ലേ, അപ്പം നമ്മൾ അടുത്ത പാർട്ടിന് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് കൂടുതലായിട്ടൊന്നും ഇപ്പം പറയാനും എന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഓക്കെ. അപ്പം ലോക 2-ന് വേണ്ടി നമ്മൾ എല്ലാരും വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ കമ്മിങ് ബാക്ക് ടു ധീരത്തിലേക്ക് വരുമ്പോൾ, ഈ ഒരു പുതിയ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിങ്ങൾ 3 പേർക്കും? ഭയങ്കര ചിൽ ഡയറക്ടർ എന്ന് ഭാവിയിൽ അറിയപ്പെടാം. കുറച്ചേരം സാഗർ സംസാരിക്കും കാര്യമായിട്ട്. ഭയങ്കര അടിപൊളിയാണ്, കറക്റ്റായിട്ട് വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഒരു ആക്ടർ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ്. 100 പടം ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ഡയറക്ട് ചെയ്യുന്നത്. സാധാരണ പുതിയ ആൾക്കാർ ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും, പേടി ഉണ്ടാവും, ഒരുപാട് പ്രശ്നം ഉണ്ടല്ലോ ഡയറക്ടർക്ക്. ആക്ടേഴ്സിന്റെ കാര്യം ചെയ്താൽ, പക്ഷെ ഇവർക്ക് അങ്ങനെയില്ല, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഫണ്ണായിട്ട് ഭയങ്കര ചില്ലായിട്ട് നടക്കുമ്പോൾ നമുക്ക് ആക്ടേഴ്സിന് പഠിക്കുകയാണ് എന്തെങ്കിലും നടക്കുന്ന ഒരു ഉത്തരവാദിത്തം തോന്നുമെങ്കിലും, പക്ഷെ ഭയങ്കര പുള്ളിയാണ്. ഭയങ്കര കറക്റ്റായിട്ട് വിഷൻ ഉണ്ട്, അടിപൊളിയായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ് ജിതിമ്രോന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. ചിൽ ഡയറക്ടർ. അങ്ങനെ തോന്നി, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ? ഭയങ്കര എനർജിയാണ്. അതെ, നമുക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ തെറിച്ച് എനർജി കാരണം, വൈബ്രേഷൻ കാരണം. അതെ അതെ അതെ. അപ്പൊ ആ ഒരു എനർജി ലെവൽ ആ ലൊക്കേഷനിൽ മൊത്തത്തിലുണ്ടായിരുന്നു. അതെ, അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഫുൾ എനർജി സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് പോയി, അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പം ആ 2 ഫേസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ മലയാള സിനിമേനെ എങ്ങനെയാണ് കാണുന്നത് ശരിക്കും? ഒരുപാട് മലയാള സിനിമ എന്ന് പറയുമ്പോൾ കോണ്ടന്റ് വൈസ് ഓൾവേസ് നമ്മൾ ഫോർവേഡ് ആയിരുന്നു ഫ്രം ദ ബിഗിനിങ്, ഐ തിങ്ക്. പക്ഷെ എന്തോ ഒരു പാൻ ഇന്ത്യ ലെവലിൽ എത്തുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയത് ഐ തിങ്ക് ഇസ് ജസ്റ്റ് ബിഫോർ. ഇൻഫാക്ട് ഫോറൻസിക് 2000 ഐ തിങ്ക് ജസ്റ്റ് ബിഫോർ കോവിഡ് ആയിരുന്നു തിയേറ്ററിൽ റിലീസായത്. ഏറ്റവും ലാസ്റ്റ് സിനിമയായിരുന്നു ഫോറൻസിക് ബിഫോർ കോവിഡ് തിയേറ്ററിൽ റിലീസായ പടം. പക്ഷെ ഐ തിങ്ക് കോവിഡ് ആ ഒരു സമയം, കോവിഡിന്റെ സമയത്താണ് ഈ ട്രെൻഡ് ഓഫ് സിറ്റിംഗ് ഡൗൺ ആൻഡ് വാച്ചിങ് സിനിമ. ആ ഒരു സമയത്തല്ലേ നമ്മുടെ മലയാള സിനിമയൊക്കെ പാൻ ഇന്ത്യ ലെവലിൽ ഒരു എന്താ പറയാ ഒരു അപ്രീസിയേഷൻ കിട്ടാൻ തുടങ്ങി. സോ ഒബ്വിയസ്ലി ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട് ദാറ്റ് വേ, ഇൻ ദാറ്റ് സെൻസ് നോക്കുവാണെങ്കിൽ. ഇപ്പൊ മലയാളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, എല്ലാവർക്കും ഒരു ജനറലി നല്ലൊരു റെസ്പെക്ട് ആൻഡ് എന്താ പറയാ ഒരു മലയാള സിനിമ, മലയാളി ആക്ടർ ആണല്ലേ, അപ്പോ പെർഫോമർ 100% നല്ല അടിപൊളി പെർഫോമർ ആയിരിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റി എല്ലാവർക്കും ഉണ്ട്. അത് പറയുകയും ചെയ്യും. നമ്മുടെ അടുത്ത് നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ അടിപൊളി പെർഫോമേഴ്സ് അല്ലേ എന്ന്. സീരിയസ്ലി എനിക്ക് ഏത് ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടോ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന അതൊരു 1 പോയിന്റ്. പിന്നെ കോണ്ടന്റ് വൈസ് നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് ഇതുവരെ, യുനോ വാട്ട് വി ആർ ഡെലിവറിങ്. സോ അവരെല്ലാവരും പറയും ടെക്നിക്കലി ആൻഡ് കോണ്ടന്റ് വൈസ് യു ഗൈസ് ആർ ദ ബെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ടൈമിൽ നമ്മുടെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ടെൻഷനും ഉണ്ട്, ബിക്കോസ് വി ഹാവ് ടു കീപ് അപ്പ് വിത്ത് സച്ച് സോ മെനി ഗുഡ് ഫിലിംസ്. വരുന്ന എല്ലാ സിനിമയും ഓൾമോസ്റ്റ് എവറി ഫിലിം ഇസ്
ഫാന്റാസ്റ്റിക്. അപ്പൊ ആ ഒരു ഇതില് ടെൻഷൻ ഉണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി ഹാപ്പി ബിക്കോസ് അത്രയും എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇന്റർവ്യൂല്. ആൻഡ് ബെയർ മിനിമം വി നോ ദാറ്റ് ഈ പടം എനിവേ ഫ്രം ആർ എന്താ പറയാ ഫ്രം മൈ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി വർക്ക് വെൽ. അടിപൊളിയാവട്ടെ അല്ലേ. ഇപ്പം സാഗർ, ഇപ്പം ഇപ്പൊ ഒരു പടം വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനകത്തൊരു ക്യാരക്ടർ അപ്രിസിയേഷൻസ് ഒരുപാട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പടങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത പടം വരുന്നു ഇങ്ങനെ. അപ്പം എനിക്ക് പക്ഷെ ഒരുപാട് അങ്ങനെ പടങ്ങളുടെ ലിസ്റ്റ് ഞാൻ സാഗറിന്റെ കേട്ടിട്ടില്ല. അത് സെലക്റ്റീവ് ആവുന്നത് കൊണ്ടാണ്. പുറത്തു വിട്ടിട്ടില്ല അത്. സെലക്റ്റീവ് ആവുന്നത് കൊണ്ടാണ്. സീക്രട്ട് ആണ്. അതെ. പിന്നെ ഒരു സമയം എടുക്കല്ലോ ഒരു പടം കഴിഞ്ഞ് നമുക്ക് കഥകൾ വന്ന് പെട്ടെന്ന് പോയിട്ട് നാളെ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. എല്ലാം നമ്മൾ നല്ലൊരു കഥ വരണം, എല്ലാ ടീമുകൾ വരണം. പക്ഷെ ഞാൻ ഈ വർഷം ഒരു 5 പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് പണി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമ ഇതിലാണ്. ഗ്യാപ്പ് വന്നത് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചത്. നോർമലി അങ്ങനെയാണല്ലോ, ഇപ്പൊ ഒരാള് ഭയങ്കര നോട്ടബിൾ ആയിട്ട് ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ സമയം എടുക്കൂലേ. പ്രോസസ് ഇല്ലേ. ഓക്കെ, 5 പടത്തിൽ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, നിശാന്തായിട്ടാ നേരത്തെ ഇവര് പറയുന്നതായിട്ട് 3 മണിക്കൊക്കെ ഇറങ്ങി നടക്കണ ഒരു ഇതുണ്ടത്. ഞാൻ പക്ഷെ വേറൊരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്, അതായത് പണ്ട് ഞാനൊരു ആത്മീയതയിലേക്ക് പോയിട്ടുണ്ട് എന്ന്. നമ്മള് എന്നിട്ട് നമ്മള് തിരിച്ചെത്തിയോ? തിരിച്ചെത്തി. പിന്നെ തിരിച്ചെത്തി. നമുക്ക് തിരിച്ചിവിടെ എത്തിയേ പറ്റുള്ളൂ, എല്ലാവരും പോവാനേ പറ്റുള്ളൂ. തിരിച്ചിവിടെ തന്നെ വന്നു. അല്ല, അന്ന് ആത്മീയതയിലേക്ക് പോയതിന്റെ ഭാഗമായിട്ടാണോ ഇരുട്ടത്ത് നമ്മൾ പല കാഴ്ചകളും കാണുന്നത്? എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ അല്ലേ, ഇപ്പൊ കറണ്ട് പോകുമ്പോ പെട്ടെന്നൊരു ഭയങ്കര ഇരുട്ട് ഫീൽ ചെയ്യും. പക്ഷെ അവിടെ കുറച്ചു നേരം നമുക്കെല്ലാം അതുപോലെ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഒരു അതെ, രാത്രി വളരെ നല്ല രസമായിട്ട് അപ്പൊ ഇങ്ങനെ എല്ലാം കാണാൻ പറ്റും. രാത്രി മൈൻഡിന്റെ ക്ലാരിറ്റി ആണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാൻ നമ്മുടെ വരും, പതുക്കെ വരും. അല്ല, അതിപ്പോ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് എത്തിയ ചേട്ടൻ പറയാം പെട്ടെന്ന് ഇവിടെ കറണ്ട് പോയി ഒന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കാണും, അതായിട്ട് അഡാപ്റ്റ് ആവും. ചേട്ടൻ അഡാപ്റ്റ് ആയി. ഈ 3 മണിക്കൊക്കെ എണീറ്റ് ഇവന് എങ്ങോട്ടായി ഇതൊന്നുമില്ല. ചിലപ്പോ വളരെ നേരത്തെ എണീക്കാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ എണീറ്റ് കുളിച്ച് അതൊക്കെ നടക്കാനൊക്കെ ഇറങ്ങുന്നതാണ്. ടൈറ്റില് വരാം, 3 മണിക്ക് എഴുന്നേറ്റ് നിശാന്ത് സാഗർ നടക്കുന്നത്. അത് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാനിപ്പോ ആഗ്രഹിക്കുന്നൊരു എനിക്ക് എന്ത് വിഷമം തരുന്നത്, ആരെങ്കിലും എന്നെ കാണുമ്പോ അവര് പേടിയേ കള്ളമല്ലാണോ ഇത് വരുന്നേന്നുള്ളൊരു. അതെ, അത് മാത്രമാണ് എനിക്ക് എപ്പോഴും ആ സമയത്ത് പുറത്തൊക്കെ നടക്കുമ്പോൾ ഉള്ളൊരു. ഇങ്ങനെയൊന്നും പരിപാടി ഒന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. രാത്രിയാകുമ്പോ ഇറങ്ങി നടക്കാം. പിന്നെ നമ്മുടെ ഈ സിനിമ ധീരത്തിന്റെ നെടുന്തൂണായിട്ട് നമ്മുടെ ഇന്ദ്രജിത്തേട്ടൻ. അപ്പോ എല്ലാരും ഇതിന്റെ കമന്റ് സെഷൻസ് വായിക്കുമ്പോ ഒരുപാട് പേര് കമന്റ് ചെയ്തേക്കുന്ന ഒരു കാര്യം, ഇന്ദ്രജിത്ത് എന്നുള്ള ഒരു ആക്ടറിനെ മലയാള സിനിമ വേണ്ട വിധം യൂസ് ചെയ്തിട്ടില്ല എന്നാ. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ശരിക്കും ഇതുപോലുള്ള ഡയറക്ടറിന്റെ കൈ കിട്ടിയ പുള്ളി കിടിലനാക്കും എന്നുകൂടി ഉണ്ട്. ഞാൻ പറഞ്ഞ ഇന്ദ്രജിത്ത് എന്ന ആക്ടർ എന്ന് വെച്ചാൽ അയാൾ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു നടനാണ്. ഞാൻ ബേസിക്കലി ഭയങ്കര ഇന്ദ്രജിത്തിന്റെ ഒരു ഫാനാണ്. സോ പുള്ളി ചെയ്ത ഒരുപാട് വേഴ്സറ്റൈൽ ആയ ക്യാരക്ടേഴ്സ് ഉണ്ട്. ലൈക് വട്ടുജയൻ, ഓക്കെ, നമ്മുടെ അമർ അക്ബർ ആന്റണിയിലെ ക്യാരക്ടർ, ഈ അടുത്ത കാലത്ത് ആ സിനിമയിലുള്ള ആ മറ്റേ വെട്ട് എന്തോ പേരൊന്നും ഓർമ്മയില്ല, അതാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര, അതായത് കോമഡി ആണെങ്കിൽ വേറെ ലെവലിൽ പെർഫോം ചെയ്യും, സീരിയസ് ആണെങ്കിൽ ടു ദ ഇന്റൻസ് അങ്ങനെ ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളീനെ വേണ്ട വിധത്തില് അത്രയും സിനിമകൾ, ആക്ച്വലി ഇത്രയും ടാലന്റഡ് ആയ ഒരു ആക്ടറിന് ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാം. ഹി ഡിസേർവ്സ് മോർ എന്നൊരു ഫീൽ എനിക്കുണ്ട്. അതും എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. അപ്പം ആസ് എൻ ആക്ടർ ഈസ് എ വണ്ടർഫുൾ ആക്ടർ.
കാരണം ഒരു ടേക്കിൽ തന്നെ പുള്ളി, എനിക്ക് തോന്നുന്നു ഞാൻ 2-3 ടേക്കൊക്കെ പറഞ്ഞ വളരെ കുറവായിരിക്കും. ഓൾമോസ്റ്റ് എനിക്ക് വേണ്ടത് ആദ്യം തന്നെ നമ്മൾ വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പം ഫ്രം ദ പ്രീ പ്രൊഡക്ഷൻ മുതൽ പുള്ളി സ്ക്രിപ്റ്റിൽ എന്താണെന്നുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ്. പുള്ളി അന്ന് രാവിലെ ഷോട്ടിൽ വന്നതിനോട് ചോദിക്കും ഇതിന് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൽ എന്താണ്, എങ്ങനെയാണ് സ്റ്റാലിൻ, ഇത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് അപ്പൊ അത് ഷോട്ടിലേക്ക് വന്ന് ചേട്ടാ ഇതാണെന്ന് പറഞ്ഞാൽ അത് പുള്ളി ഡെലിവറി ചെയ്യും. അങ്ങനെ കൂടുതൽ 2-3 ടേക്കിലും വളരെ കുറവ് ഉണ്ടാവും. പക്ഷെ എന്നാലും മെയിൻ പിന്നെ ചിലപ്പോൾ ഫോക്കസിന്റെ ഒക്കെ പ്രശ്നങ്ങളിലായിരിക്കും നമ്മൾ കൂടുതൽ കാരണം അധികം നമ്മുടെ ഈ സിനിമയിൽ അധികം ചാർജിങ് ഷോട്ടും എല്ലാം മൂവ്മെന്റ് ഷോട്ട്സ് ആണ്. അപ്പൊ അതിലുള്ള ഫോക്കസിന്റെ പ്രോബ്ലമിലായിരിക്കും കൂടുതൽ ചിലപ്പോൾ ഷോട്ട് എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പെർഫോമൻസ് വൈസ് ഇന്ദ്രേട്ടൻ അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ആസ് എ വെരി ഗുഡ് ആക്ടർ. നമ്മൾ പറയുന്നത് അതേ രീതിയിൽ കൺസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറിനെ ഡയറക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് വലിയൊരു ഭാഗ്യമാണ്. സോ ഹി ഡിസേർവ്സ് മോർ. ഐ തിങ്ക് ഉറപ്പായിട്ട് ഇനി ഇന്ദ്രജിത്തിന്റെ ഒരു കാലമാണെന്ന് തീർച്ചയായിട്ടും വരാനിരിക്കുന്നേ ഉള്ളൂ ഇന്ദ്രജിത്തിന്റെ ടൈം. ഇപ്പം നിഷാന്ത് ചേട്ടന് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നന്നായിട്ട് അറിയുന്ന ആളായിരിക്കും. അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന്? ഇല്ല, അത് എനിക്ക് തോന്നുന്നത് അത് ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രമല്ല, അദ്ദേഹത്തിന് അറിയുന്നവർ മാത്രമല്ല, പൊതുവേ അല്ലേ നമ്മൾ മലയാളികൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിനെ വളരെ മുമ്പില് കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഐ തിങ്ക് ഹീസ് എ ഹീറോ വിത്ത് നോ ഹേറ്റേഴ്സ്. അതാണ് ശരിയാണ്. അങ്ങനെ ഹേറ്റേഴ്സ് ഒന്നും എവിടെ ഹേറ്റ് കമന്റ്സ് അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇപ്പം അത് ഈ കമന്റ് സെക്ഷനിൽ മൊത്തം ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഈ അടുപ്പിച്ച് സൂപ്പർ ഹിറ്റ് തരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാപ്പില്ലേ, അത് ശരിക്കും നമുക്ക് കമന്റ് സെക്ഷനിൽ പുള്ളി നല്ല സിനിമകള് പുള്ളിയുടെ നല്ല സിനിമകൾ വരണമെന്നും പുള്ളി ഇനിയും he has to do more, അല്ലെങ്കിൽ പുള്ളി ഇനിയും ഡിസേർവ് ചെയ്യുന്നുണ്ട് ഒരുപാട് മാസ് ഓഡിയൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ പടം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോർമൽ ഒരുപാട് നാട്ടിലുള്ള ആളുകളായാലും എല്ലാം പറഞ്ഞു അയാൾ പൊളി ആക്ടറാണ്, അയാൾ ശരിക്കും വരണം, അങ്ങനെയാണ് എല്ലാരും പറയുന്ന ഒരു കാര്യം. അത് ഒരാൾ മാത്രമല്ല, അത് ഇൻഡസ്ട്രിയിലുള്ള ആളുകളല്ല, നോർമൽ പീപ്പിൾ ആർ ടോക്കിംഗ്. സോ ഓക്കെ, അവരുടെ ആഗ്രഹം പൂവണിയട്ടെ. ഇതൊരു കംബാക്ക് ആവട്ടെ അല്ലേ? ഓക്കെ, കുറെ പേരുടെ കംബാക്ക് ആണെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ സിനിമയില് റബ കുറെ കാലത്തിന് ശേഷം തിരിച്ച് മലയാളത്തിലേക്ക് വരുന്നത്. അവന്തിക ഹാസ് ടേക്കൻ എ ബ്രേക്ക് ആൻഡ് കം ബാക്ക്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാരെ കംബാക്ക് ഉണ്ട്. അപ്പം ഓക്കെ, നോക്കാം. ഈ ധീരം എന്ന ഒരു ടൈറ്റിൽ വരുമ്പം ധീരതയാണോ? അല്ല, ആക്ച്വലി ഈ സിനിമയുടെ ആദ്യത്തെ ടൈറ്റിൽ ധീരം എന്നായിരുന്നില്ല, ആരാച്ചാർ എന്നായിരുന്നു ഈ സിനിമയുടെ ആദ്യത്തെ ടൈറ്റിൽ. ആരാച്ചാർ. ഓക്കെ, അപ്പം ഞാനും റൈറ്ററും തമ്മിൽ ഇതിലൊരു പുള്ളി എഴുതിയ ടൈറ്റിൽ ആരാച്ചാർ എന്നാണ്. KR മീരയുടെ ഒരു നോവലുണ്ട് ആരാച്ചാർ. അപ്പം അത് പിന്നെ നാളെ നമുക്ക് അതിന് വലിയ എന്തെങ്കിലും ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനെ ആവുമെന്നും പിന്നെ നമ്മൾ ഇത്രയും ഡാർക്കായ ഒരു ടൈറ്റിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണമാണ് നമ്മളത് മാറ്റി വേറൊരു പോസിറ്റീവ് ആയ ഒരു ടൈറ്റിൽ, എന്നാൽ ഈ സിനിമക്ക് ആ മീനിങ് ഫുൾ ആവുന്ന ഒരു സാധനമാണെന്നുണ്ട്. അപ്പം ധീരം എന്ന് പറയുന്നത് ബ്രീവറി ആണല്ലോ, സ്വാഭാവികമായിട്ടും ഈ സിനിമയില് ചില ആളുകളുടെ ബ്രീവറി ഉണ്ട്. അപ്പൊ അത് കാരണം ആണ് ഞാൻ അങ്ങനത്തെ ഒരു ടൈറ്റിൽ ഇത് കൊടുത്തത്. ഓക്കെ, നിങ്ങൾ 4 പേരിൽ ഏറ്റവും ധീരതയോടെ നിങ്ങൾ എടുത്തൊരു തീരുമാനം എന്തായിരിക്കും? നിഷാന്തേട്ടാ ഭയങ്കര കറേജിയസ് ആയിട്ട് എടുത്ത ഒരു തീരുമാനം ലൈഫിൽ എന്തായിരിക്കും? എന്താണ് അത് ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. സത്യം ഒന്നല്ല, ഓരോ പ്രാവശ്യവും ഒരു തീരുമാനം എടുക്കും, പിന്നെ വീണ്ടും നമ്മള് തളർത്തിക്കളയും, വീണ്ടും നമ്മൾ ആ തീരുമാനം എടുക്കും. അത് തന്നെയാണ് അതിന്റെ ഒരു രസവും അല്ലേ? ഒരു തീരുമാനം എടുത്ത് അങ്ങനെ പോകുന്നതിലും ഇടയ്ക്കിടയ്ക്ക് തീരുമാനങ്ങൾ തീരുമാനം എടുക്കണം. അതെ, ഒരു കറേജിയസ് മൊമെന്റ് അങ്ങനെ എടുത്തൊരു തീരുമാനോ? ഞങ്ങനെ കറങ്ങി വരാം, ഓർത്ത് വെച്ചോ. എനിക്ക് തോന്നുന്നു ഈ ഒരു എൻറ്റയർ ജേർണി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നതും അത് കോയിൻസിഡൻ്റൽ ആയിരുന്നു. ബട്ട് ടു ഈവൻ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു പേഴ്സണലി ഒരു ഭയങ്കര ഒരു കറേജസ് മൂവ് ആണ്. ബിക്കോസ് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, അങ്ങനെ വലിയ സപ്പോർട്ടും ഇല്ലായിരുന്നു. പേരൻസ് ആണെങ്കിലും വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയത്ത് ഞാൻ ഫസ്റ്റ് സിനിമ തന്നെ ഭയങ്കര കോയിൻസിഡൻ്റൽ ആയിട്ടാണ് വരുന്നത് മെഡിക്കൽ കഴിഞ്ഞ്. അപ്പോൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പാത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ വന്ന് നിൽക്കുമ്പോൾ കുറേ ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് ആ സമയത്ത്. എനിക്ക് തോന്നുന്നു ലൈഫ് ഇൻ ജനറൽ എൻ്റെ ഒരു ജേർണി ഇൻ ടു ദ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയാം ഏറ്റവും ബിഗ്ഗസ്റ്റ് കറേജിയസ് മൂവ്
ധീരതയോടെ എടുത്ത സിനിമയിൽ നിലനിൽക്കുക നമ്മള് അത് ശരിക്കും നല്ല കറേജ് തന്നെ വേണം. കാരണം അത്ര എളുപ്പമല്ല. ബാക്കിയുള്ള ജോലികൾ പോലെ ഒന്നുമല്ല. ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ ഇതിലെപ്പോഴും. അപ്പം നമ്മള് ഓരോ ദിവസവും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോ പ്രാവശ്യം എടുക്കും. ഓരോ സിനിമ ആയിരിക്കും അല്ലേ? സെയിം ഈ റബയാണെങ്കിലും നിശാന്തേട്ടനാണെങ്കിലും ചിദംബറോയാണെങ്കിലും സിനിമയിൽ വരാന്ന് പറയുന്നത് എന്റെ പൊന്നെ, അതിനൊരു ധൈര്യം വേണം. നമ്മൾ ഇന്ന ഒരു വർഷം കൊണ്ട് നമുക്ക് ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് കാറ് മേടിക്കാം, അതിന് കല്യാണം കഴിക്കുന്നില്ല, എന്തെങ്കിലും ഒരു നാള് സിനിമയിൽ ഇത് മാത്രം ചിന്തിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഞാനൊക്കെ M.Tech കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇത്രയും വലിയ പഠിപ്പ് അങ്ങനെ സർട്ടിഫിക്കറ്റ് മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് തുടങ്ങുകയാണ്. അതിന്റെ ഒരു ധീരത ഭയങ്കര വലുതാണ്. കാരണം എനിക്കൊരു ലൈഫിൽ എന്നെക്കൊണ്ട് എന്ത് പറ്റില്ല എന്ന് പറഞ്ഞു അത് ഞാൻ നേടും. എനിക്ക് അങ്ങനെ ഒരു വാശിയുണ്ട്. ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ സ്കൂളിലൊക്കെ നാടകത്തിന് അങ്ങനെ ഒരു ഡയലോഗ് തെറ്റിച്ചിട്ട് അന്ന് ജില്ലാ കലോത്സവത്തിനൊക്കെ ഫസ്റ്റ് പോയി അങ്ങനെ കുറെ ചീത്ത പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാരണം ഒരു ഡയലോഗ് തെറ്റി, അപ്പൊ അത് കാരണം കലോത്സവത്തിന് കിട്ടിയില്ല, ഫസ്റ്റ് പ്രൈസ് കിട്ടണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്ന് ഇങ്ങനെ നമ്മള് ആരൊരു ബന്ധമില്ല, ഒരു കണക്ഷനും ഇല്ല, എന്തോ ഒരു ധൈര്യത്തിന്റെ പുറത്ത് സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് വേറെ ഒന്നും ഫോക്കസ് ഇല്ലാണ്ട് അന്ന് മുതലുള്ള യാത്ര ഇവിടെ എത്തി നിൽക്കാന്ന് പറയുമ്പോൾ അതിന് വലിയ ധീരത സിനിമാക്കാരെ എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്നതാണ്. അത് വലിയൊരു ചലഞ്ചാണ്. സിനിമയിൽ ഒന്നുമില്ലാണ്ട് ഒറ്റന്ന് ബിൽഡ് ചെയ്ത് വരാന്ന് വെച്ചാൽ ചില്ലറ പണിയല്ല. അത് ഭയങ്കര ധീരത തന്നെ വേണം. നാല് ധീരന്മാരാണ് എന്റെ മുന്നിൽ. ഓക്കെ നിശാന്തേട്ടാ, നമുക്ക് സമയപരിധിയിൽ നമുക്കിത് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ ക്രിഞ്ചാണെന്നറിയാം, ക്ലീശയാണെന്നറിയാം, പക്ഷെ എനിക്ക് കണ്ടപ്പോ തൊട്ട് എന്താണ് ചേട്ടാ ഇങ്ങനെ ഇത്രയും യുവത്വം കാത്തു എന്തൊരു കഷ്ടം ഇത്. എല്ലാരും എന്താ ഇങ്ങനെ എന്തായിരിക്കും നമ്മുടെ സൗന്ദര്യം ഒരു ശാപമാണോ? എന്താ ഇപ്പൊ പറയാ, എനിക്ക് തോന്നുന്നത് ഞാനൊരു 6-7 വർഷം ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോയി. അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ ഒരു കാലമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം അത്രയും നാള് എനിക്ക് ഞാൻ ഒരു സ്റ്റിൽ പ്രായമായില്ല അങ്ങനെ ഒരു അവസ്ഥ എന്നിട്ട് വീണ്ടും ഓക്കെ ആയപ്പോഴാന്ന് തോന്നുന്നു പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയത്. അതായിരിക്കാം മേ ബി. ചിലപ്പോ അത്രയും വർഷം നമ്മുടെ ഡിപ്രഷൻ കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ലേ? ഫാൻറ്റത്തിലെ പാട്ട് പാടൂ. അയ്യോ നല്ല സമയം പാട്ട് പാടി നിർത്തിയാലോ? ഓക്കെ, ഞാൻ പിന്നെ ആഗ്രഹം കൊണ്ട് നമ്മൾ കിട്ടി അത്രയല്ലേ ഉള്ളൂ. കിട്ടിയില്ല, കുഴപ്പമില്ല, ഇതുപോലെ എത്ര ഉണ്ടോ. ഓക്കെ, അപ്പം എനിവേ അടിപൊളിയാവട്ടെ. ഇങ്ങനൊരു ലക്കി ചാം എന്ന് ഞാൻ ഇപ്പൊ പറയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടതെല്ലാം ഇപ്പോൾ പൊന്നാണ്. അപ്പൊ ഇത് പൊന്നും പളുങ്കും ഒക്കെ ആവട്ടെ, ധീരം സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.